റേഷൻ ഡോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച 3 നടന്മാർ എന്ന് നമുക്ക് എടുത്തു പറയാവുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നടന്മാർ അല്ലെങ്കിൽ ഈ ഏക്കാലം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒഴിവാക്കപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള 3 വലിയ നടന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. മമ്മൂക്കയെയും ലാലേട്ടനെയും ഒപ്പം കമൽഹാസനെയും. ഇവരെ 3 പേരെയും ഒരിക്കലും എനിക്ക് തോന്നുന്നു ഏത് ലിസ്റ്റ് എടുത്താലും, അതായത് ആദ്യ 10 എടുത്താലും ആദ്യ 5 എടുത്താലും തീർച്ചയായിട്ടും ഇവരെ 3 പേരെ ഒഴിവാക്കാൻ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോഴും മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു നടനാണോ കമൽഹാസൻ എന്നുള്ളൊരു ചോദ്യം ശരിക്കും അത് ചോദിക്കേണ്ടിയിരുന്ന കാലം വളരെ മുമ്പ് തന്നെ ഉണ്ടാകേണ്ടുന്നതാണ്. കാര്യം ഈ കമൽഹാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ എന്നും ആൾക്കാർ എടുത്തു പറയുന്ന ഒരു സകലകല വല്ലഭൻ എന്നുള്ള രീതി കൂടെയാണ്. സകലകല വല്ലഭൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അദ്ദേഹം കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒപ്പം നായകനായിട്ടും അതിൻ്റെ മറ്റ് അണിയറ പ്രവർത്തനങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കഴിവ് തെളിയിക്കാറുണ്ട്. അതൊരു പക്ഷേ മമ്മൂക്കയ്ക്കോ ലാലേട്ടനോ സാധ്യമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് വരെ അവർ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ലാലേട്ടൻ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് ഒഴിച്ചാൽ മമ്മൂക്കയും ലാലേട്ടനും സിനിമയുടെ മറ്റു മേഖലകളിലൊന്നും ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള രീതിയിൽ അവർക്ക് ചിലപ്പോൾ തിളക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും കമൽഹാസനോളം പറ്റിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറിച്ച് പക്ഷേ അല്ലാതൊരു സൈഡ് നമുക്ക് നോക്കാം. ഒരു ആക്ടിങ്ങിൻ്റെ സൈഡിലാണ് മമ്മൂക്കയുടെയും ലാലേട്ടനോടൊപ്പം കമൽഹാസനെയും കൂടെ താരതമ്യം ചെയ്യുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള ഒരു താരതമ്യം തന്നെയാണോ എന്നുള്ള ഒരു കാര്യത്തിനകത്ത് നമുക്ക് സംശയമുണ്ട്. കാര്യം മമ്മൂക്ക ചെയ്തു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്തു വെച്ചിട്ടുള്ള നിരവധി സിനിമകൾ നമുക്കെടുക്കാം. അത്തരത്തിലുള്ള ഒരു സിനിമ കമൽഹാസൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മളത് പറയുമ്പോഴത്തേക്ക് നായകൻ സിനിമ കണ്ടിട്ടില്ലേ, ഇപ്പം മൂന്നാം പിറ അങ്ങനെ ഒരു സിനിമ, അതെല്ലാം കമൽഹാസനും ശ്രീദേവിയും കൂടെ അഭിനയിച്ച ഒരു സിനിമ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ മഹാനദി സിനിമ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ ആ സിനിമ കണ്ടിട്ടില്ലേ, ഹേറാം കണ്ടിട്ടില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചിലപ്പം പലരും ചോദിച്ചെന്നിരിക്കാം. പക്ഷേ അത്തരത്തിലുള്ള സിനിമകൾ ഇപ്പോൾ മമ്മൂക്കയോ ലാലേട്ടനോ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയുമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ? അതായത് ഇപ്പോൾ മമ്മൂക്കയ്ക്കും ലാലേട്ടനെയും നിരവധി സിനിമകൾ, ഇപ്പം മമ്മൂക്കയുടെ ഒരു പൊന്തന്മാട പോലുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഒരു സതയം പോലുള്ള ഒരു സിനിമയോ, ഞാനൊരു ചെറിയൊരു എക്സാമ്പിളാണ് പൊന്തന്മാടയെ സതയം എന്ന് പറഞ്ഞാൽ, ഒന്നും അല്ല മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ നിലവിലുള്ള അല്ലെങ്കിൽ അവർ ഇക്കാലത്ത് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമകളുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മമ്മൂക്കയെ ലാലേട്ടനെയും കാട്ടിലും കമൽഹാസൻ സിനിമയിലൊരു സീനിയർ ആയതുകൊണ്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും കൈവെക്കുന്നത് കൊണ്ടും ഒരു സകലകലാ വല്ലഭൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു മമ്മൂക്കയും ലാലേട്ടനുമായിട്ടും ഇന്ന് കമ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ നിന്ന് മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം നിൽക്കുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ, സ്റ്റാർ എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം അവരുടെ മുകളിലോ നിൽക്കുന്ന രജനീകാന്തിനെ പോലുള്ള ഒരു തമിഴ്നാട്ടിൽ നിന്നുണ്ട്. പക്ഷെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് മറ്റൊരു നടൻ ഇല്ലാത്തത് കൊണ്ട് ഈ 2 മലയാള നടന്മാർക്ക് ബദലായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരു നടൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കമൽഹാസനെ പറയുന്നതാണോ എന്നുള്ള സംശയങ്ങൾ എനിക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. കാര്യം കമൽഹാസൻ്റെ ഏത് സിനിമ എടുത്താലും ഇപ്പം മലയാളത്തിൽ നിന്നുള്ള മമ്മൂക്കയും ലാലേട്ടനും ചെയ്തിരിക്കുന്ന സിനിമകളുടെ റീമേക്ക് എടുത്താൽ പോലും മമ്മൂക്കയും ലാലേട്ടനും ചെയ്തു വെച്ചിരിക്കുന്ന കണക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കമൽഹാസന് സാധിക്കുമെന്ന്. കാര്യം അദ്ദേഹത്തിൻ്റെ ഈ വൈകാരികമായിട്ടുള്ള പല രംഗങ്ങളും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒറ്റ ഭാവം ആണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അദ്ദേഹം മുഖം കൊണ്ട് അല്ലെങ്കിൽ ഒരു എന്തെന്ന് പറയുന്നത് സ്ഥിരമായിട്ട് കാണിച്ചു വെക്കുന്നത്, അല്ലാതെ മുഖത്ത് അതൊന്നും ഇല്ലാതെ ഒരു ദുഃഖം അല്ലെങ്കിൽ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്നും പറഞ്ഞുകൊണ്ട് കമൽഹാസനെ തീരെ ഒരു മോശം നടനായിട്ടല്ല ഞാൻ പറയുന്നത്, മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒപ്പം താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം കമൽഹാസൻ്റെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാ ഭാഷകളിലും. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചിലപ്പം അവർക്ക് അതുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിച്ചില്ല എന്ന് വരും. പക്ഷേ ഞാൻ പറഞ്ഞതൊരു യാഥാർത്ഥ്യമാണെന്ന്. മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സിനിമ കണ്ടിട്ട് അതിനോടൊപ്പം കമൽഹാസൻ്റെയും കൂടെ ഒരു സിനിമ കണ്ടു നോക്കിയാൽ, അതായത് കമൽഹാസൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു സിനിമയെ കൊണ്ടുവന്ന് മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒരു സാധാരണ സിനിമയായിട്ട് കണ്ടു നോക്കുക. അതായത് മമ്മൂക്കയുടെ ലാലേട്ടനെ അധികം ആഘോഷിക്കപ്പെടാതെ പോയിട്ടുള്ള അവർ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള സിനിമയായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കമൽഹാസന് അതിന് അത്രയും വലിയൊരു പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ മാത്രമല്ല ഈ ആവർത്തിച്ചിട്ടുള്ള രീതിയിലുള്ള അഭിനയമല്ലാതെ ഒരു പുതുമയും അദ്ദേഹത്തിൻ്റെ
അഭിനയത്തിൽ കൊണ്ടുവരാനായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞ് ഒരു കഥാകൃത്തെന്നോ തിരക്കഥാകൃത്തെന്നോ ഒരു സംഭാഷണ രചയിതാവോ ഒരു സംവിധായകനെന്നോ അല്ലെങ്കിൽ സിനിമയുടെ എല്ലാ മേഖലകളിലും കൈവെക്കുന്ന ഉലക നായകൻ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സൂപ്പർ ആക്ടർ എന്നറിയപ്പെടുന്ന കമലഹാസന്റെ കാര്യമല്ല, സകലകല വല്ലഭൻ എന്ന് പറഞ്ഞ കമലഹാസന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ മമ്മൂക്കയും ലാലേട്ടനെയും വെല്ലുവിളിക്കാൻ കമലഹാസൻ ഉണ്ടോ, കമലഹാസനുള്ള നടൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് എന്നും സംശയം തോന്നിയിട്ടുണ്ട്. ഇപ്പോഴും എനിക്കത് അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പം എന്തായാലും പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് 3 പേരെയും നമ്മൾ 3 രീതിയിൽ കാണുന്നില്ല. 3 പേരും എക്കാലത്തെയും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച 3 നടന്മാരായി തന്നെ തുടരട്ടെ. അങ്ങനെ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു.